അസ്സലാമുഅലൈക്കും നമസ്കാരം. ഇന്നൊരു ഡിന്നർ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ദിവസം ഡിന്നറിന് ഞങ്ങൾ ബ്രോസ്റ്റും അതുപോലെ യമനി മാൽവ എന്ന് പറഞ്ഞിട്ടൊരു ബ്രെഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പിന്നെ കോൾസ്ലോ സാലഡും. അപ്പോൾ അതിൻ്റെയൊക്കെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം ബ്രോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എല്ലാത്തിലും ഒന്ന് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഫോർക്ക് വെച്ചിട്ട് ഹോൾസ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ അതിലേക്ക് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണിത്. അപ്പോൾ ഇതാ ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇവിടെ റെഡിയാണ്. ചിക്കൻ ഏകദേശം 3 കിലോയ്ക്ക് അടുത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൊടിച്ചത്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഇതൊരു 6 നാരങ്ങയുടെ ജ്യൂസാണ്. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് മാഗി നൂഡിൽസിൻ്റെ മസാല പാക്കാണ്. അപ്പോൾ അതൊരു 3 പാക്ക് എടുത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ഞാനിവിടെ 3 പാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് എടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ സോയാ സോസാണ്. പിന്നെ വേണ്ടത് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്. ഇനി നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഈ മാഗി മസാല ഞാൻ പറഞ്ഞല്ലോ ഓപ്ഷണലാണെന്ന്. ഞാനൊരു ഇംഗ്ലീഷ് ചാനലിൽ കണ്ടപ്പോഴൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് എല്ലാം ഇതിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടാവും, ബ്രോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ആയിരിക്കുമ്പോഴായിരിക്കും കുറച്ച് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ സ്കിന്നോട് കൂടിയ ചിക്കൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ മസാലയൊക്കെ എല്ലാത്തിലും നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് നിങ്ങൾ 3-4 മണിക്കൂറുള്ളൂ ഫ്രിഡ്ജിൽ വെക്കുന്നതെങ്കിൽ ഫ്രീസറിൽ വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പം ഷെസിനും ഷെയ്സും ഉമ്മയും അതുപോലെ കെൻസും ഒക്കെ, കെൻസിൻ്റെ ഒരു പുതിയ ചാനലുണ്ട്, ബൂം KNZ എന്ന് പറഞ്ഞിട്ട്. അപ്പം അതിൻ്റെ ഒരു വെബ് സീരീസ് ഷൂട്ട് ചെയ്യാണ്. എന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇനി പോസ്റ്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അവൻ്റെ ചാനലാണിത്. ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് യമനി മാൽവ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രെഡിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴയ്ക്കുകയാണ്. ഞാൻ ഈ ഒരു കപ്പിന് 6 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഈസ്റ്റ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇൻസ്റ്റന്റ് ഡ്രൈ ഈസ്റ്റ് ആണ്. 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇവിടെ ഏകദേശം 2.5 മുതൽ 3 കപ്പ് വരെ വെള്ളമാണ് ആവശ്യം വരിക. അപ്പോൾ നിങ്ങൾ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് ഞാൻ ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ കുഴച്ച് വെക്കുന്നത്, മഗ്‌രിബ് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇതാ ഡോ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു ബൗളിൽ അടിയിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുന്നുണ്ട്, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതൊരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ബട്ടറാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ അതൊരു പാനിലിട്ടിട്ട് നമുക്കൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. മെൽറ്റായതിനു ശേഷം ഇതൊന്ന് കളർ ചേഞ്ച് ആവണം, ഒരു ബ്രൗൺ കളർ ആവണം. അപ്പോൾ ബട്ടർ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/4 കപ്പോളം ഒലീവ് ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ബ്രോസ്റ്റിലേക്കുള്ള പൗഡർ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് അവിടെ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനിലെല്ലാം ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം.
അപ്പോൾ ഓരോ ചിക്കൻ പീസും ഈ ഒരു പൗഡറിൽ കോട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഒരു ബൗളിൽ കാണുന്നത് പച്ചവെള്ളമാണ് കേട്ടോ. പച്ചവെള്ളത്തിൽ മുക്കിയിട്ട് വീണ്ടും നമ്മൾ ഈ ഒരു പൗഡറിൽ തന്നെ വീണ്ടും കോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എല്ലാ പീസും ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്തിട്ട് ഈ പൗഡർ കോട്ട് ചെയ്തതിന് ശേഷം ഒരുപാട് നേരം വെക്കരുത്, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. എന്നാലുള്ള ആ ഒരു കോട്ടിങ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത് വരെ ഉണ്ടാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വന്നിട്ട് അതിലുള്ള കോട്ടിങ്ങൊക്കെ പോവും. അപ്പോൾ കുറച്ച് പീസ് ഞാനിവിടെ കോട്ട് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ അത് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാനിവിടെ നല്ല കനമുള്ള ഒരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ചട്ടി എടുക്കുക, അല്ലെങ്കിൽ ഒരു കുക്കറിലായാലും കുഴപ്പമില്ല. നല്ല കട്ടിയുള്ള പാത്രത്തിൽ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ചിക്കൻ പീസസ് എല്ലാം അതിലിട്ടിട്ട് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. അതിനിടയിൽ ബാക്കിയുള്ള ചിക്കനും കൂടെ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കോൾസ്ലോ സാലഡ് ഉണ്ടാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്യാബേജും ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിന് മുന്നേ ചിക്കൻ കോൾസ്ലോ സാലഡിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാത്തവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ക്യാബേജ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ക്യാരറ്റും ക്യാബേജും ഒരു ബൗളിലേക്ക് ഇട്ടതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 5 ടേബിൾ സ്പൂണോളം മയോണൈസ്, പിന്നെ വേണ്ടത് കട്ടി തൈരാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കോൾസ്ലോ സാലഡ് റെഡിയായി. അപ്പോഴേക്കും നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ്റെ ഒരു ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം കൂടെ ഒന്ന് ഫ്രൈ ആയി വരണം. അപ്പോൾ ഇതാ ഒരു ബാച്ച് ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഷെയ്സ് ഇവിടെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തൂമും ഇതിനിടയിൽ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ അതൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ഇതാ നമ്മളുടെ യമനി മാൽവ ബ്രെഡ് റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇത് ഓരോ ബോൾസ് ആക്കി എടുക്കണം. ഇത് നമ്മൾ നേരത്തെ മെൽറ്റ് ആക്കി എടുത്ത ബട്ടറാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കൗണ്ടർ ടോപ്പിൽ ആക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്തിട്ട് ഓരോ ബോൾസ് ആക്കി എടുക്കുകയാണ്. അപ്പം ഞാൻ ഈ ഒരു ഡോ കൊണ്ട് 10 ബോൾസ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ എല്ലാം ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലൊന്ന് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഓരോ ബോൾസും എടുത്തിട്ട് ഇതാ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ കൈകൊണ്ട് വലിച്ച് നീട്ടിയിട്ട് ഏകദേശം നമ്മളൊരു പൊറാട്ടയുടെ ആ ഒരു സ്റ്റൈലൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മൾ വീശുന്നില്ല എന്നുള്ളൂ. അതിനുശേഷം നമ്മൾ മെൽറ്റാക്കിയ ബട്ടറും പിന്നെ ബ്ലാക്ക് സീഡ്, നമ്മൾ സെസമ സീഡ്സ് ഉണ്ടല്ലോ, ബ്ലാക്ക് സെസമ സീഡ്സ്, അതാണ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ഈ ബട്ടർ ആക്കി കൊടുക്കണം. വീണ്ടും സെസമ സീഡ്സ് ഇട്ട് കൊടുത്തു. അതിനുശേഷം ഇങ്ങനെ കോണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മളൊന്ന് കൈകൊണ്ട് കൂട്ടിയെടുത്തിട്ട് ഒരു ബോളാക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതാ ഒരു കിഴി പോലെ ആയിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. ഒരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കണം. എല്ലാം ഒന്ന് കൈകൊണ്ട് വലിച്ചു നീട്ടിയതിന് ശേഷം ഇതാ ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബ്ലാക്ക് സെസമ സീഡ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ബ്ലാക്ക് സെസമ സീഡ്സ് ഇട്ട് കൊടുക്കുക. വീണ്ടും ഫോൾഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ എഡ്ജൊക്കെ കട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അതിനുശേഷം വീണ്ടും ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അങ്ങനെ കൂട്ടിയെടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ വീണ്ടും വീണ്ടും ഫോൾഡ് ചെയ്തിട്ട് ഒരു ബോൾ പോലെ ആക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ പൊറാട്ടയ്ക്ക് വീശിയിട്ട് ചുറ്റിയെടുക്കുന്നതിന് പകരം ഇത് ഫോൾഡ് ചെയ്ത് അങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്.
അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പം ഫസ്റ്റ് ബോൾ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഫസ്റ്റ് ബോൾ എടുത്തിട്ട് ഞാനിങ്ങനെ കൈകൊണ്ടൊന്ന് പരത്തിയെടുക്കുകയാണ്. എല്ലാം നമ്മൾ പൊറോട്ടയ്ക്ക് ചെയ്യുന്ന അതേപോലെ തന്നെയാണ്, കുറച്ച് വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് പാൻ ചൂടാക്കിയിട്ട് ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി ഇത് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ ഇതാ ഞാൻ പാൻ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് തിരിച്ചു മറിച്ചു വിട്ടിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിന് മുകളിൽ നമ്മൾ തിരിച്ചു മറിച്ചിടുന്ന സമയത്ത് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് ബേക്ക് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സമയം പിടിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പാനിൽ ചുട്ടെടുത്തത്. ബേക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ മുകളിൽ ബ്രൗൺ കളറാകുന്നവരെ ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് സമയം എടുക്കുന്നുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ കുറച്ചും കൂടി വേഗത്തിലായി കിട്ടുന്നുണ്ട് പാനിൽ ചുട്ടെടുക്കുമ്പോൾ. അപ്പോൾ ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ കൈകൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ട് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഇതാ ബ്രോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുന്നത് വരെയാണ് നമ്മൾ ചുട്ടെടുക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ബ്രോസ്റ്റും അതുപോലെ യമനി മാൽവയും പിന്നെ കോൾസ്ലോ സാലഡ് തൂമ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. ഉപ്പ് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പ് ഇൻസുലിൻ എടുത്ത് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ട് എൻ്റെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിരുന്നത്. ഇപ്പോൾ യമനി മാൽവ എന്ന് പറയുന്ന ഈ ഒരു ബ്രെഡ് നല്ല ടേസ്റ്റുള്ള ബ്രെഡാണ് കേട്ടോ. എനിക്കിത് ഈ റെസിപ്പി ഷെയർ ചെയ്തത് കിനി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ അവൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് കമൻസിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ. എന്താ അത്ര കഷ്ടപ്പെടുന്നേ?